ഹയർ സെക്കൻഡറി എക്സാമുകൾക്ക് തയ്യാറെടുക്കുന്ന കുട്ടികൾക്കായി 90+ മൈ ട്യൂഷൻ ആപ്പിൽ പുതിയ അപ്ഡേറ്റ്. നമസ്കാരം, ഞാൻ ഉന്മേഷ് ശിവരാമൻ. ഇന്ന് പുറത്തുവന്ന പ്രധാന വാർത്തകളും നടന്ന സംഭവങ്ങളും വിവിധ പ്രതികരണങ്ങളും അറിയാം. വിശദമായി അരമണിക്കൂറിൽ ഇന്നത്തെ പ്രധാന വാർത്തകൾ ആരംഭിക്കുന്നു. സ്വാഗതം. തലശ്ശേരിയിലും ഗുരുവായൂരും ദേവികുളത്തും NDA സ്ഥാനാർത്ഥികളുടെ പത്രികകൾ സൂക്ഷ്മ പരിശോധനയിൽ തള്ളി. ദേവികുളത്ത് സ്വതന്ത്ര സ്ഥാനാർത്ഥി S ഗണേശിനെ പിന്തുണയ്ക്കാൻ NDA തീരുമാനം. BJP കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് N ഹരിദാസ് ആയിരുന്നു തലശ്ശേരിയിലെ NDA സ്ഥാനാർത്ഥി. നടപടിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് N ഹരിദാസ്. അത്തരം ക്ലറിക്കൽ മിസ്റ്റേക്കുകളൊക്കെ ROന് വിവേചന അധികാരം ഉപയോഗപ്പെടുത്താം. പക്ഷേ വിവേചന അധികാരം തള്ളുന്നതിന് വേണ്ടിയിട്ടാണ് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. ഇവിടെ സ്വാഭാവികമായി ജനാധിപത്യ രീതിയിൽ ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിലും പത്രിക തള്ളാനതിന് പകരം അത് അവർക്ക് ബോധ്യപ്പെട്ടാൽ പത്രിക സ്വീകരിക്കുകയാണ് വേണ്ടത്. പക്ഷേ ഇവിടെ ചെയ്തിട്ടുള്ളത് പത്രിക തള്ളുന്നതിന് വേണ്ടിയിട്ടുള്ള സമീപനം സ്വീകരിച്ചിട്ടുള്ളത് ഒരു എഡമന്റ് സ്റ്റാൻഡായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. ഗുരുവായൂരിൽ BJP സംസ്ഥാന പ്രസിഡന്റിന്റെ ഒപ്പില്ലാത്ത സത്യവാങ്മൂലം സമർപ്പിച്ചതിനെ തുടർന്നായിരുന്നു അഡ്വക്കേറ്റ് നിവേദിതയുടെ പത്രിക തള്ളിയത്. നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് അഡ്വക്കേറ്റ് നിവേദിത. AB ഫോം വീണ്ടും നമ്മൾ സബ്മിറ്റ് ചെയ്ത് സ്ക്രൂട്ടിനിയുടെ അവസരത്തിൽ അപ്പോൾ അത് സ്വീകരിക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇനി അതിനെതിരെ നിയമ നടപടിയുമായിട്ട് പോകാനാണ് താല്പര്യപ്പെടുന്നത്. നമ്മൾ ഈ ഫോമുകളെല്ലാം സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടിയിരുന്നത്. അത് കൃത്യമായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. എന്നിട്ടും അത് സ്വീകരിക്കാൻ ടെക്നിക്കൽ ഞങ്ങൾ കൊടുക്കുന്ന ഒരു രേഖയും സ്വീകരിക്കാതിരിക്കാൻ അദ്ദേഹം പ്രത്യേക ഒരു ശുഷ്കാന്തി കാണിക്കുകയുണ്ടായി. അതിൻ്റെ കാരണം എന്തായാലും നിയമ നടപടിയുമായിട്ട് ഏതറ്റം വരെ പോകാൻ സാധിക്കുമോ അത്രയും നമ്മൾ പോകും. ദേവികുളത്ത് AIADMK സ്ഥാനാർത്ഥിയായിരുന്നു NDAയ്ക്കായി പത്രിക നൽകിയത്. കൊണ്ടോട്ടിയിൽ LDF സ്ഥാനാർത്ഥിയുടെ പത്രിക സ്വീകരിക്കുന്നത് മാറ്റിവെച്ചു. NDA സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രിക തള്ളിയത് CPIM BJP ധാരണയ്ക്ക് തെളിവെന്ന് KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രനും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ആരോപിച്ചു. കേരളത്തിൽ UDFനെ പരാജയപ്പെടുത്താൻ വേണ്ടി BJP CPM ഉണ്ടാക്കിയിരിക്കുന്ന അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ ഭാഗമായി വേണം നമുക്കിതിനെ കാണുവാൻ. പുന്നപ്ര വയലാറിൽ BJP സ്ഥാനാർത്ഥി പോയി പുഷ്പാർച്ചന നടത്തിയില്ലേ? ചെറിയ കാര്യമാണോ? അതിന് അനുവാദം കൊടുത്തില്ലേ? അപ്പോൾ ഇതവർ തമ്മിലുള്ള കൂട്ടുകെട്ട് കൂടുതൽ വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ്. തലശ്ശേരിയിൽ പത്രിക തള്ളാനുള്ള കാരണം BJP വ്യക്തമാക്കണമെന്ന CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ. കോൺഗ്രസ് BJP ബന്ധം വ്യക്തമായി. BJPയും കോൺഗ്രസും ഒന്നിച്ചു നിന്നാലും തലശ്ശേരിയിൽ LDF വിജയിക്കുമെന്നും MV ജയരാജൻ. തലശ്ശേരിയുടെ കാര്യത്തിൽ മറ്റു മണ്ഡലങ്ങളിൽ സമർപ്പിച്ചതുപോലെയുള്ള അധികാരപത്രം സമർപ്പിച്ചില്ല. അതിനു പകരം കളർ ഫോട്ടോസ്റ്റാറ്റ് കോപ്പിയാണ് സമർപ്പിച്ചത്. അതുകൊണ്ടാണ് നാമനിർദ്ദേശ പത്രിക തള്ളുന്നത്. അപ്പോൾ ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളത് BJPയാണ് വ്യക്തമാക്കേണ്ടത്. അത് BJPയും കോൺഗ്രസും തമ്മിലുള്ള ഒരു അന്തർധാരയാണ് മറ നീക്കി പുറത്തു വരുന്നത്. NDA സ്ഥാനാർത്ഥികളുടെ പത്രികകൾ തള്ളിയ സംഭവം ഗൗരവമുള്ളതെന്ന് BJP ദേശീയ വൈസ് പ്രസിഡന്റ് AP അബ്ദുള്ളക്കുട്ടി. ആരുടെ ഭാഗത്താണ് വീഴ്ച പറ്റിയതെന്ന് നേതൃത്വം പരിശോധിക്കണമെന്നും AP അബ്ദുള്ളക്കുട്ടി ആവശ്യപ്പെട്ടു. തീർച്ചയായും ആ വാർത്ത വളരെ വിഷമത്തോടുകൂടിയാണ് ഞാൻ കേട്ടത്. ആരുടെ ഭാഗത്താണ് പോരായ്മ വന്നിട്ടുള്ളത് എന്നുള്ളത് വളരെ ഗൗരവത്തോടുകൂടി പാർട്ടി നേതൃത്വം പരിശോധിക്കും. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് പിന്നാലെ ആദായ നികുതി വകുപ്പും കിഫ്ബിയിലേക്ക്. വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലെ കൈറ്റിൽ കിഫ്ബി വഴി നടപ്പിലാക്കിയ പദ്ധതികളുടെ വിശദാംശങ്ങൾ തേടി ആദായ നികുതി വകുപ്പ് കൈറ്റിന് നോട്ടീസ് അയച്ചു. കഴിഞ്ഞ 5 വർഷത്തിനിടെ കിഫ്ബി നടപ്പാക്കിയ പദ്ധതികളുടെ വിശദാംശങ്ങൾ സമർപ്പിക്കാനാണ് നിർദ്ദേശം. 5 വർഷത്തിനിടെ കരാറുകാർക്ക് പണം നൽകിയതിന്റെ രേഖകളും നൽകണം. ഓരോ പദ്ധതിയുടെയും നികുതി വിശദാംശങ്ങൾ സംബന്ധിച്ച രേഖകൾ സമർപ്പിക്കാനും നോട്ടീസിൽ ആവശ്യപ്പെടുന്നു. കിഫ്ബി വഴി പദ്ധതികൾ നടപ്പിലാക്കിയ ഓരോ വകുപ്പുകളിലേക്കും നോട്ടീസ് നൽകുന്നതിന്റെ ഭാഗമായാണ് കൈറ്റിന് ആദായ നികുതി വകുപ്പ് നോട്ടീസ് നൽകിയത്. കിഫ്ബിയെ വിരട്ടാൻ നോക്കേണ്ടെന്ന് ധനമന്ത്രി ഡോക്ടർ TM തോമസ് ഐസക്കിന്റെ മറുപടി. ഇങ്ങോട്ട് കേസെടുത്താൽ അങ്ങോട്ടും കേസെടുക്കുമെന്ന് ഡോക്ടർ TM തോമസ് ഐസക്. നിർമ്മലാ സീതാരാമൻ ഇവിടെ വന്നിട്ട് എന്തൊക്കെയാ പറഞ്ഞത്? ഞാൻ സത്യം പറഞ്ഞ അമ്പരന്ന് ഈ കേന്ദ്ര ധനമന്ത്രി ഒന്ന് ഇങ്ങനെയൊക്കെ പറയാവുന്നതാണ്. എന്തിനാ പറഞ്ഞെന്നറിയാമോ? EDയും ഇന്നിപ്പോ ഇൻകം ടാക്സുകാരും വന്നിട്ടുണ്ടോ? നമ്മൾ ഇൻകം ടാക്സ് ഒട്ടിക്കുക എല്ലാവരും അവരാ കഴിയുന്ന രീതി നോട്ടീസൊക്കെ അയച്ചുകൊണ്ടിരിക്കുന്നത്.
അവരുടെ ധാരണയെ പേടിപ്പിച്ച് അവിടെ വരണ്ടു പോകുന്ന അതുമല്ല വടക്കേന്ത്യ പോയി ചെയ്യുന്ന ഈ കേരളത്തിൽ നടക്കത്തില്ലെന്ന്. ഇങ്ങോട്ട് കേസെടുക്കാൻ വന്നാൽ അങ്ങോട്ടും കേസെടുക്കും, മര്യാദയ്ക്ക് മരിക്കും. അതാ ഞങ്ങൾ. അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെ എഫ്ഐആർ ഇട്ട സംഭവത്തിൽ നിയമ പോരാട്ടത്തിനൊരുങ്ങി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. എഫ്ഐആർ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട ഇഡി ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിക്കും. ഡൽഹിയിൽ നിന്നും തീരുമാനം വന്നാലുടൻ നടപടിയെന്ന് ഇഡി പ്രോസിക്യൂട്ടർ അറിയിച്ചു. തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ ഹർജി സമർപ്പിക്കാനാണ് നീക്കം. ഇഡിക്കെതിരെ കേസെടുത്ത സംസ്ഥാന സർക്കാർ നടപടിയെ വിനാശകാലെ വിപരീത ബുദ്ധി എന്നേ വിശേഷിപ്പിക്കാനാവൂ എന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. ഇഡിക്കെതിരെ പരാതി ഉണ്ടെങ്കിൽ കോടതിയെ സമീപിക്കുകയാണ് വേണ്ടത്. അത് ചെയ്യാതെ കേസെടുത്തത് മുൻകൂർ ജാമ്യമെടുക്കലാണെന്നും വി മുരളീധരൻ 24നോട് പറഞ്ഞു. അപ്പോൾ അറബിക്കടലടക്കം വിൽക്കാൻ ശ്രമിക്കുന്ന ഒരു സർക്കാർ ആർക്കെതിരായിട്ടും കേസെടുക്കുന്നതിൽ ഒരു അത്ഭുതമൊന്നും തോന്നില്ല. അത് വിനാശകാലേ വിപരീത ബുദ്ധി, അത്രേ ഉള്ളൂ. ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു പ്രഖ്യാപനം എന്നുള്ളതിനപ്പുറത്ത് ഒരു പൊയ്വെടി മാത്രമായിട്ടാണ് ഇതിനെ കണ്ടത്. കേസന്വേഷണവുമായി എൻഫോഴ്സ്മെന്റ് മുന്നോട്ടു പോകുമെന്ന് കേന്ദ്ര ധനകാര്യ സഹമന്ത്രി അനുരാഗ് ഠാക്കൂർ. സത്യം പുറത്തുവരാൻ സംസ്ഥാന സർക്കാർ ആഗ്രഹിക്കുന്നില്ല. മുഖ്യമന്ത്രിയും ഓഫീസും ആരോപണ വിധേയരാണ്. സത്യം പുറത്തുവരണമെങ്കിൽ സ്വതന്ത്രമായ അന്വേഷണം നടക്കണമെന്നും അനുരാഗ് ഠാക്കൂർ. If the people of Kerala want the truth to come out, want the people to know who is actually behind the gold smuggling case, it has to be a fair probe and free probe, which can't happen in the hands of the state police, because the state, not only officials but senior politicians are involved in that. സ്വർണ്ണക്കടത്ത് അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുക്കാനുള്ള സംസ്ഥാന സർക്കാർ നീക്കം സുപ്രീം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. സർക്കാർ നീക്കം നിയമവാഴ്ച ഉറപ്പാക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നാണ് ഇഡിയുടെ വാദം. മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിന്റെ ജാമ്യം അടിയന്തരമായി റദ്ദാക്കണമെന്നും ഇഡി ആവശ്യപ്പെട്ടു. ജാമ്യത്തിലിറങ്ങിയ എം ശിവശങ്കർ സർക്കാർ സംവിധാനം ദുരുപയോഗപ്പെടുത്തി അന്വേഷണം അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണ്. അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെ വ്യാജ തെളിവുണ്ടാക്കാനും മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ശ്രമിക്കുകയാണെന്നും ഇഡി സുപ്രീം കോടതി. ശബരിമലയിൽ സർക്കാരിന് വിടാതെ NSS. സർക്കാർ നിലപാട് വിശ്വാസികൾക്ക് അനുകൂലമല്ലെന്നും LDF നേതാക്കൾക്ക് ആശയക്കുഴപ്പമെന്നും ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ. കാനം രാജേന്ദ്രനെ പിന്തുണച്ചതിലൂടെ NSSനെ മുഖ്യമന്ത്രി വിമർശിക്കുകയാണ് ചെയ്തത്. വിശ്വാസ സംരക്ഷണമെന്ന നിലപാടിൽ നിന്ന് NSS പിന്നോട്ടില്ലെന്നും വ്യക്തമാക്കി. എന്നാൽ ശബരിമല വിഷയത്തിൽ പാർട്ടിയിൽ അഭിപ്രായ ഭിന്നതയില്ലെന്ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പറഞ്ഞു. പാർട്ടിയുടെ മേൽത്തട്ട് മുതൽ താഴെ വരെ ഒരേ നിലപാടാണ്. ശബരിമല വിഷയം സുപ്രീം കോടതിയുടെ വിശാല ബെഞ്ചിന്റെ പരിഗണനയിലാണ്. അന്തിമ വിധി വന്ന ശേഷം എല്ലാവരുടെയും അഭിപ്രായം ആരാഞ്ഞ് തുടർ നടപടി സ്വീകരിക്കുമെന്നും സീതാറാം യെച്ചൂരി. There is nothing to clarify, and it has already been clarified by the Chief Minister that once the verdict comes, everybody will be consulted on how that has to be implemented. So let that verdict come. Let us see what the Supreme Court is doing. Till now, nothing has come out of it. അതേസമയം ശബരിമല വിഷയത്തിൽ ചിലർ വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന് കോടിയേരി ബാലകൃഷ്ണൻ പ്രതികരിച്ചു. ഇവിടെ വിശ്വാസികളും അവിശ്വാസികളും നമ്മുടെ സമൂഹത്തിലുണ്ട്. അവിശ്വാസിക്ക് അവിശ്വാസിയായിട്ട് ജീവിക്കാം, വിശ്വാസിക്ക് വിശ്വാസിയായിട്ട് ജീവിക്കാം. ഈ പ്രശ്നം ഇപ്പോൾ ഉയർത്തിക്കൊണ്ടുവന്ന് ഒരു 2 വോട്ട് ഇടതുപക്ഷത്തിന് കിട്ടുന്ന വോട്ട് എങ്ങനെ ഇല്ലാതാക്കാം, അതിൻ്റെ ഭാഗമായി നടക്കുന്ന പ്രചരണ കോലാഹലമാണ് ഇവിടെ നടക്കുന്നത്. സുപ്രീം കോടതി വിധി വരുന്നതിന് മുൻപ് UDFും BJPയും എന്തിനാണ് ശബരിമല വിഷയം ഉന്നയിക്കുന്നതെന്ന് CPI ജനറൽ സെക്രട്ടറി D രാജ. തെരഞ്ഞെടുപ്പ് സമയത്ത് രാഷ്ട്രീയത്തിൽ മതവും വിശ്വാസവും കലർത്താൻ ശ്രമിക്കുന്നത് അപലപനീയമെന്നും D രാജ. UDF in Kerala and BJP in Kerala are trying to create vicious situation during elections, raising Sabarimala issue. As far as we are concerned, we are consistent that religion and politics, religion and election should not be mixed in order to divide the people, communalize the situation and take electoral advantage. ശബരിമല വിഷയത്തിൽ വിശ്വാസികളോട് മാപ്പ് പറയേണ്ടത് മുഖ്യമന്ത്രിയാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. കടകംപള്ളിയുടെ മാപ്പാരും ഗൗരവത്തിൽ എടുക്കുന്നില്ലെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. കടകംപള്ളി സുരേന്ദ്രൻ മാപ്പ് പറയുന്നെങ്കിൽ ആ മാപ്പിനെ ആരും ഗൗരവത്തിലെടുക്കുന്നില്ല. മാപ്പ് പറയേണ്ടത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. കേരളത്തിലെ മുഖ്യമന്ത്രി മാപ്പ് പറയുമോ?
കേരളത്തിന് മുഖ്യമന്ത്രി അഫിഡവിറ്റ് തിരുത്തി കൊടുക്കുമോ? കേരളത്തിന് മുഖ്യമന്ത്രി ചെയ്തു പോയ തെറ്റുകൾ ഏറ്റുപറയുമോ? സാമൂഹിക ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചും സാധാരണക്കാരുടെ അക്കൗണ്ടിലേക്ക് പ്രതിമാസം 6000 രൂപ ഉറപ്പാക്കുന്ന ന്യായ് പദ്ധതി ഉൾപ്പെടുത്തിയും UDFന്റെ പ്രകടന പത്രിക. കാരുണ്യ പദ്ധതി പുനഃസ്ഥാപിക്കുമെന്നും സംസ്ഥാനത്ത് ബിൽ രഹിത ആശുപത്രികൾ സ്ഥാപിക്കുമെന്നും പ്രകടന പത്രിക വാഗ്ദാനം ചെയ്യുന്നു. ശബരിമലയിൽ ആചാര സംരക്ഷണത്തിന് നിയമനിർമ്മാണം നടത്തുമെന്നും UDF ഉറപ്പു നൽകുന്നുണ്ട്. കൂടുതൽ വിഭവങ്ങളുമായി കൂടുതൽ ആളുകൾക്ക് സൗജന്യ ഭക്ഷ്യക്കിറ്റും പ്രകടന പത്രിക വാഗ്ദാനം ചെയ്യുന്നു. തീരദേശ മേഖലയ്ക്കും വാഗ്ദാനങ്ങളേറെയാണ്. വെള്ള റേഷൻ കാർഡ് ഉടമകൾക്ക് 5 കിലോ സൗജന്യ അരി, 40 വയസ്സ് കഴിഞ്ഞ തൊഴിൽ രഹിതരായ വീട്ടമ്മമാർക്ക് പ്രതിമാസം 2000 രൂപ പെൻഷൻ നൽകുമെന്നും വാഗ്ദാനം. പ്രളയം കൊണ്ടും മഹാമാരി കൊണ്ടും പൊറുതിമുട്ടുന്ന സംസ്ഥാനത്തെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് പ്രതിവർഷം 70,000 രൂപ, മാസം 6,000 രൂപ വരെ ഉറപ്പാക്കുന്ന രാഹുൽ ഗാന്ധിയുടെ വാഗ്ദാനമായ ന്യായ് പദ്ധതി, നൂതനം ആ യോജന മിനിമം വരുമാനം ഉറപ്പ് അത് നടപ്പാക്കും. സംസ്ഥാനത്ത് നിന്നും ദാരിദ്ര്യം തുടച്ചു നീക്കാൻ ഈ പദ്ധതിക്ക് സാധിക്കും എന്നാണ് വിശ്വസിക്കുന്നത്. എലത്തൂർ സീറ്റ് NCKക്ക് നൽകിയതിന് എതിരെ കോൺഗ്രസിൽ പ്രതിഷേധം ശക്തം. KV തോമസിന്റെ നേതൃത്വത്തിൽ നടത്തിയ സമവായ ചർച്ചയിൽ തീരുമാനമായില്ല. ചർച്ചയ്ക്കിടെ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചു. MK രാഘവൻ MP യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. യോഗത്തിൽ MK രാഘവൻ രാജ്യഭീഷണി മുഴക്കി. NCK സ്ഥാനാർത്ഥി സുൽഫിക്കർ മയൂരിയെ അംഗീകരിക്കാൻ കഴിയില്ലെന്നും MK രാഘവൻ പറഞ്ഞു. പ്ലീസ്, ഞാൻ ഒരു കാര്യം പറയാം, മയൂരിയെ അംഗീകരിക്കുന്ന വിഷയമില്ല. ഞാൻ പറഞ്ഞല്ലോ, കാര്യം പറഞ്ഞല്ലോ, അതിൽ വേറൊന്നും പറയാൻ അല്ല, അതിന് പിന്നെ പറയാം. തോമസ് മാഷ് KPCCക്ക് വേണ്ടി ചർച്ചയിൽ പങ്കെടുക്കാൻ വന്നതാണ്. അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അദ്ദേഹത്തോട് വെച്ച് അദ്ദേഹം പറയട്ടെ. പ്രവർത്തകരുടെ വികാരം നേതൃത്വത്തെ അറിയിക്കുമെന്ന് KV തോമസ് യോഗശേഷം പറഞ്ഞു. ഇവിടെ തുറന്ന ചർച്ച നടന്നത്, എല്ലാവർക്കും അഭിപ്രായം പറയാൻ സമയം കൊടുത്തിട്ടുണ്ട്. മണ്ഡലം പ്രസിഡന്റുമാരുൾപ്പെടെ മുഴുവൻ ആളുകളും വളരെ തുറന്ന മനസ്സോടുകൂടി ഇവിടെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എനിക്ക് അവരോട് വലിയ സന്തോഷമുണ്ട്. ഈ വികാരം തിരുവനന്തപുരത്ത് യോഗം നടക്കുകയാണ്. പല കാര്യങ്ങളും തിരുവനന്തപുരത്ത് നേതൃത്വത്തോട് സംസാരിച്ചതിന് ശേഷം ഇവിടെയുള്ള നേതാക്കന്മാർ സംസാരിച്ചിട്ട് KPC തീരുമാനം എന്താണ് എന്നുള്ളത് ഇവരറിയും. ഇരിക്കൂറിലെ തർക്കത്തിൽ A ഗ്രൂപ്പുമായുള്ള ചർച്ച പുരോഗമിക്കുന്നു. DCC അധ്യക്ഷ സ്ഥാനം എല്ലാവരുമായി ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്ന് K സുധാകരൻ പറഞ്ഞു. ഇരിക്കൂറിലെ നാളത്തെ കൺവെൻഷനിൽ എല്ലാവരും പങ്കെടുക്കണമെന്നാണ് ആഗ്രഹം. DCC പ്രസിഡന്റ് സ്ഥാനം A ഗ്രൂപ്പിന് വിട്ടുകൊടുക്കുന്നതിനോട് I ഗ്രൂപ്പിലെ എല്ലാവരും അനുകൂലിക്കണമെന്നില്ലെന്നും K സുധാകരൻ പറഞ്ഞു. കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുക എന്നതിനകത്ത് രണ്ട് കാര്യങ്ങൾ, രണ്ട് അഭിപ്രായങ്ങളൊന്നുമില്ല. അത് ഇരു കൂട്ടർക്കും സ്വീകാര്യമാണ്. അവർ ഏതാനും വിദഗ്ധരൊക്കെ ആയ സ്ഥിതിക്ക് സ്ഥാനാർത്ഥിയെ മാറ്റുക എന്നത് വളരെ സാധിക്കാത്ത കാര്യമാണെന്ന് ഇരു കൂട്ടർക്കും ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റു ഫോർമുകളിൽ മാത്രമേ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാനുള്ളൂ. ഉമ്മൻചാണ്ടിയുടെ മരുമകൻ വർഗീസ് ജോർജ് 2020-ൽ ചേർന്നു. 2020-യുടെ ഉപദേശക സമിതി അംഗമായി പ്രവർത്തിക്കും. കൊച്ചിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിലാണ് 2020 പുതിയ ഭാരവാഹികളെ പ്രഖ്യാപിച്ചത്. സംഘടനയുടെ ഉപദേശക സമിതി അംഗമായും യൂത്ത് വിംഗ് കോർഡിനേറ്ററായും വർഗീസ് ജോർജ് പ്രവർത്തിക്കും. ദുബായിൽ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന വർഗീസ് ജോർജ് 2020 ആശയങ്ങളിൽ ആകൃഷ്ടനായാണ് പുതിയ തീരുമാനമെന്ന് വിശദീകരിച്ചു. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഒരു ആശയങ്ങളുണ്ട്. എനിക്ക് എൻ്റെ ആശയത്തോട് ചേരുന്നത് 2020-യുടെ ആശയങ്ങളാണ് എന്നെനിക്ക് തോന്നിയതുകൊണ്ട് ഞാൻ 2020-ൽ ചേർന്ന് പ്രവർത്തിക്കാൻ ആഗ്രഹിച്ചു. ഞാനത് ചെയ്യുന്നു. നടനും സംവിധായകനുമായ ലാലും 2020-ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. ഉപദേശക സമിതി അംഗമായി പ്രവർത്തിക്കും. ലാലിന്റെ മരുമകൻ അലൻ ആന്റണിയെ 2020-യുടെ യൂത്ത് വിംഗ് പ്രസിഡന്റായി തെരഞ്ഞെടുത്തു. വനിതാ വിഭാഗം പ്രസിഡന്റായി സാമൂഹിക പ്രവർത്തകയായ ലക്ഷ്മി മേനോനും ചുമതലയേറ്റു. സമാന മാതൃകയിൽ കൂടുതൽ പേർ സംഘടനയുടെ ഭാഗമാകുമെന്ന് ചീഫ് കോർഡിനേറ്റർ സാബു ജേക്കബ് വ്യക്തമാക്കി. 2020-യുടെ ഉപദേശക സമിതി ചെയർമാൻ കൊച്ചൌസേബ് ചിറ്റിലപ്പള്ളിയാണ് പുതിയ ഭാരവാഹികളെ പ്രഖ്യാപിച്ചത്. 2020 എന്ന പ്രസ്ഥാനത്തിന്റെ കൂടെ താൽക്കാലികമായിട്ടെങ്കിലും ഞാൻ നിൽക്കാൻ ആഗ്രഹിക്കുന്നത് അവരുടെ നന്മ കണ്ടിട്ടാണ്. ഈ നന്മ തീർച്ചയായും മറ്റുള്ളവരിലേക്കും പടർന്ന് പന്തലിക്കട്ടെ. മറ്റു പാർട്ടിക്കാർക്കും ഇതൊരു പ്രചോദനമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ ഇടയലേഖനവുമായി കൊല്ലം ലത്തീൻ രൂപത.
മത്സ്യബന്ധന മേഖലയെ ഇല്ലായ്മ ചെയ്യാനും കുത്തകകൾക്ക് വിൽക്കാനുമുള്ള ശ്രമം സർക്കാരുകൾ നടത്തുന്നു. EMCC കരാർ ശക്തമായ എതിർപ്പുണ്ടായതുകൊണ്ട് മാത്രമാണ് പിൻവലിച്ചത്. ടൂറിസത്തിന്റെയും വികസനത്തിന്റെയും പേര് പറഞ്ഞ് പരമ്പരാഗത മത്സ്യത്തൊഴിലാളി മേഖലകളെ തകർത്തെറിയാൻ സംസ്ഥാന സർക്കാർ ശ്രമം നടത്തി. കേന്ദ്ര സർക്കാരിനെയും ഇടയലേഖനം വിമർശിക്കുന്നു. ബ്ലൂ എക്കോണമി എന്ന പേരിൽ കടലിൽ ധാതുഭങ്ങൾ കണ്ടെത്തുന്നതിനുള്ള ഖനനാനുമതി കേന്ദ്ര സർക്കാർ നൽകിയെന്നാണ് ആരോപണം. മത്സ്യത്തൊഴിലാളികളെ തകർക്കാൻ ശ്രമിക്കുന്നവരെ തിരിച്ചറിയുകയും പ്രതിരോധിക്കുകയും ചെയ്യുന്നത് നിലനിൽപ്പിന്റെ പ്രശ്നമാണെന്നും ഇടയലേഖനത്തിൽ പറയുന്നു. കൊല്ലം ലത്തീൻ രൂപതയുടെ കീഴിലുള്ള പള്ളികളിൽ നാളെ ഇടയലേഖനം വായിക്കും. സമാധാനപരമായ തെരഞ്ഞെടുപ്പ് ഇല്ലാതാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ആലപ്പുഴയിലെ BJP സ്ഥാനാർത്ഥി രക്തസാക്ഷി മണ്ഡപം സന്ദർശിക്കാൻ പോയതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ അവിടെയുള്ളവർ സംയമനം പാലിച്ചുവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. എന്നാൽ പുഷ്പാർച്ചന നടത്തിയത് എങ്ങനെ അനാദരമാകുമെന്ന് CPIM നേതൃത്വം വ്യക്തമാക്കണമെന്ന് BJP സ്ഥാനാർത്ഥി ആവശ്യപ്പെട്ടു. പാവപ്പെട്ട ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് തോക്കിന് മുന്നിലേക്ക് തള്ളിവിട്ടത് ഓർമ്മിപ്പിക്കാനാണ് പുഷ്പാർച്ചന നടത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു. പുന്നപ്പറയും വയലാറിലും ഉണ്ടായിട്ടുള്ളത് ഇന്ത്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ വഞ്ചനയാണ് എന്നതിൻ്റെ കാര്യത്തിൽ ഒരാൾക്കും തർക്കമില്ല. ഒരു രക്തസാക്ഷി മണ്ഡപത്തിൽ കയറി പുഷ്പാർച്ചന നടത്തിയാൽ എങ്ങനെയാണ് അനാദരവാകുന്നത് എന്ന് CPIMന്റെ നേതൃത്വം വ്യക്തമാക്കണം. സ്വന്തം പാർട്ടിക്ക് വേണ്ടി മരിച്ചു വീണവരെ മറ്റൊരാൾ ആദരിക്കുന്നത് അപമാനമായിട്ടാണ് ഇന്നത്തെ CPIMന്റെ നേതൃത്വത്തിന് തോന്നുന്നത് എങ്കിൽ എനിക്കതേപ്പറ്റി ഒന്നും പറയാനില്ല. BJP സ്ഥാനാർത്ഥി രക്തസാക്ഷി സ്മാരകത്തിൽ കയറിയത് ലജ്ജാകരമെന്ന് CPI ജനറൽ സെക്രട്ടറി D. രാജ. പുന്നപ്ര വേലാർ സമരത്തിൽ RSSനോ ജനസംഘത്തിനോ പങ്കില്ല. ഇടതുപക്ഷത്തെ ചോദ്യം ചെയ്യാൻ BJPക്ക് ധാർമ്മിക അവകാശമില്ലെന്നും D. രാജ. Firstly, it is shameful on the part of BJP or RSS to go to Punnapura Vayalar. They had nothing to do with Punnapura Vayalar's struggle. It was part of freedom struggle, and RSS had no role, and Jansangh had no role. And now they think they can go and appropriate for themselves for political advantages. It is shameful for BJP to do such things. കാൽ കഴുകൽ വിവാദത്തെ ന്യായീകരിച്ച് പാലക്കാട്ട് BJP സ്ഥാനാർത്ഥി E. ശ്രീധരൻ. തന്റെ കാൽ മറ്റൊരാൾ കഴുകിയതിൽ ഒരു തെറ്റുമില്ലെന്ന് E. ശ്രീധരൻ പ്രതികരിച്ചു. വിമർശിക്കുന്നത് സംസ്കാരം അറിയാത്തവരാണ്, വിമർശിക്കുന്നവരോട് സഹതാപം മാത്രമെന്നും E. ശ്രീധരൻ. നമ്മൾക്ക് നമ്മുടെ രാജ്യത്തിന് ചില സംസ്കാരങ്ങളുണ്ട്. ആ സംസ്കാരങ്ങളിലേ അവർ ചെയ്തിട്ടുള്ളൂ. അവർക്ക് വളരെ ആദരണീയ ഒരാളെ കാണുമ്പോൾ കാലത്തോട്ട് നമസ്കരിക്കും. അതെല്ലാവരും ചെയ്യുന്നതല്ലേ. കാല് കഴുകലുണ്ടായിരുന്നു. അതുകൊണ്ട് അതൊരു സംസ്കാരം ഇതല്ലേ, സംസ്കാരമല്ലേ നമ്മുടെ. കാല് കഴിച്ച് വീട്ടിലേക്ക് കയറ്റാണ് ഏറ്റവും വലിയ ആദരണീയമായ ഒരു സംഗതി. ഞാൻ എത്രയോ ആൾക്കാരെ ഞാൻ ഇപ്പോഴും ചെയ്യുന്നുണ്ട്, മറ്റൊരു. നമ്മുടെ സംസ്കാരത്തിന് എതിരായ ആൾക്കാരെ തെറ്റെന്ന് പറയുള്ളൂ. നമ്മുടെ നാടി സംസ്കാരം അതാണ്. കാൽ കഴുകലിനെതിരെ ബിനോയ് വിശ്വം MP രംഗത്തെത്തി. കാൽ കഴുകൽ സംഭവം അപമാനകരമാണെന്നും ദയനീയ പരാജയം E. ശ്രീധരനെ കാത്തിരിക്കുന്നുവെന്നും ബിനോയ് വിശ്വം MP. ഇത് ഇന്ത്യയുടെ ജനാധിപത്യ സംസ്കാരത്തിൻ്റെ നിഷേധമാണ്. ജനങ്ങൾക്കാണ് പരമാധികാരമെന്ന ഭരണഘടനാ പ്രമാണത്തിൻ്റെ ലംഘനമാണ്. വോട്ടെടുപ്പിലും അധികാരത്തിലും ജനാധിപത്യ പ്രക്രിയയിലും സുപ്രീം എന്ന് വിളിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ജനങ്ങൾ തന്നെയാണ്, അവർ മാത്രമാണ്. കഴക്കൂട്ടത്ത് മത്സരിക്കാൻ തയ്യാറായതിൽ ശോഭാ സുരേന്ദ്രന് നന്ദി പറഞ്ഞും മാധ്യമങ്ങളെ വിമർശിച്ചും കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി V. മുരളീധരൻ. ശോഭാ സുരേന്ദ്രനും താനും തമ്മിൽ മല്ലയുദ്ധമൊന്നുമില്ലെന്നും കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ വോട്ട് നേടി ശോഭാ സുരേന്ദ്രൻ കഴക്കൂട്ടത്ത് വിജയിക്കുമെന്നും V. മുരളീധരൻ പറഞ്ഞു. NDA കഴക്കൂട്ടം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മാധ്യമങ്ങൾ ചില ആൾക്കാരൊക്കെ പറഞ്ഞു എന്താ മുരളീധരനാണ് തടസ്സം ഉണ്ടാക്കിയത്. മുരളീധരൻ സമ്മതിച്ചിട്ടില്ല. മുരളീധരൻ സമ്മതിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് ഈ വേദിയിൽ ഞാൻ നിൽക്കില്ല. ഈ വേദിയിൽ നിൽക്കുന്നത് കഴക്കൂട്ടത്തെ എന്നെ സ്നേഹിക്കുന്ന നിരവധി ആളുകൾ, ഞാൻ സ്നേഹിക്കുന്ന നിരവധി ആളുകൾ, അവരോടൊരു കടപ്പാടുണ്ട് എന്നെനിക്ക് ബോധ്യമുള്ളതുകൊണ്ടാണ്. V. മുരളീധരന്റെ നല്ല വാക്കുകൾക്ക് നന്ദി പറഞ്ഞ ശോഭാ സുരേന്ദ്രൻ കടകംപള്ളി സുരേന്ദ്രനെ കൊണ്ട് മാപ്പ് പറയിച്ചത് അയ്യപ്പനാണെന്ന് അഭിപ്രായപ്പെട്ടു. അയ്യപ്പനാണ് കടകംപള്ളിയെ കൊണ്ട് ഈ കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ മാപ്പപേക്ഷ നടത്തിച്ചത് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു.
തൃശൂരിൽ മുഖ്യമന്ത്രി പങ്കെടുത്ത തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിക്കിടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ബേബി ജോണിനെ വേദിയിൽ തള്ളിയിട്ടു. മുഖ്യമന്ത്രി വേദി വിട്ട ശേഷമായിരുന്നു സംഭവം. പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന ബേബി ജോണിനെ വേദിയിലെത്തിയ ചന്ദ്രാപിന്നി സ്വദേശി ഷുക്കൂറാണ് തള്ളിയിട്ടത്. ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഞാൻ വോട്ട് ചെയ്യേണ്ട മണലൂർ മണ്ഡലം ഇടതുമുന്നണിയുടെ പരിപാടി അലങ്കോലമാക്കാൻ വേണ്ടി നടന്ന ആസൂത്രിത ശ്രമമാണോ ഇതെന്ന് സംശയിക്കുന്നതായി മന്ത്രി വി.എസ്. സുനിൽകുമാർ. LDF വളരെ ഗൗരവത്തോടു കൂടി തന്നെ കാണുകയാണ്. ഇപ്പോൾ അതിനെപ്പറ്റി ഒന്നും ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഈ മുഖ്യമന്ത്രി പങ്കെടുത്ത പൊതുയോഗം അലങ്കോലപ്പെടുത്താനാണ് ശ്രമിച്ചതെങ്കിൽ അതിന് ശക്തമായ നിലയിലുള്ള നടപടി ഉണ്ടാകുമെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിനായി സമർപ്പിക്കപ്പെട്ട നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം സംസ്ഥാനത്ത് 140 മണ്ഡലങ്ങളിലുമായി മത്സരരംഗത്തുള്ളത് 1061 സ്ഥാനാർത്ഥികൾ. പത്രികാ സമർപ്പണത്തിനുള്ള അവസാന ദിനമായ ഇന്നലെ വരെ ലഭിച്ച 2180 അപേക്ഷകളുടെ സൂക്ഷ്മ പരിശോധനയാണ് ഇന്ന് നടന്നത്. പത്രികകൾ 22 വരെ പിൻവലിക്കാൻ സമയമുണ്ടെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. നാമനിർദ്ദേശ പത്രിക തള്ളിക്കാൻ നടത്തിയ ശ്രമങ്ങൾക്ക് പിന്നിൽ മുഖ്യമന്ത്രിയെന്ന് അഴീക്കോട്ടെ UDF സ്ഥാനാർത്ഥി KM ഷാജി. MLA എന്ന നിലയിൽ താൻ അയോഗ്യനല്ല എന്നതിന്റെ തെളിവാണ് പത്രിക സ്വീകരിക്കാനുള്ള വരണാധികാരിയുടെ തീരുമാനം. അടുത്ത 6-ാം തീയതി താൻ കൂടുതൽ യോഗ്യനാണെന്ന് വ്യക്തമാകുമെന്നും KM ഷാജി പറഞ്ഞു. കേവലം ഒരു പത്രിക തള്ളുന്ന വിഷയമല്ല. 5 വർഷമായിട്ട് ഇടതുപക്ഷ സർക്കാർ നടത്തിക്കൊണ്ടിരുന്ന ഒരു വേട്ടയാടലിന് നിയമപരമായിട്ടുള്ളൊരു പരിരക്ഷയുടെ ഒരു ആദ്യത്തെ രൂപമാണ് ഇന്ന് നടന്നത്. ഞാൻ അയോഗ്യനല്ല, ഞാൻ മത്സരിക്കാൻ പറ്റുന്ന ആളാണ്, ഞാൻ യോഗ്യനായ MLA ആണ് എന്നത് തെളിയിക്കപ്പെട്ട ഒരു ദിവസമാണിന്ന്. ഇനി അടുത്ത 6-ാം തീയതി നാട്ടുകാർ കൂടെ ഒന്നുകൂടി പറയും യോഗ്യനാണെന്ന്. അതിനുള്ള ഒരു അംഗീകാരമാണ് ഇലക്ഷനിൽ നിന്ന് ഇന്ന് റിട്ടേണിംഗ് ഓഫീസറുടെ ഭാഗത്തു നിന്ന് കിട്ടിയിട്ടുള്ളത്. പിറവത്തെ LDF സ്ഥാനാർത്ഥി സിന്ധുമോൾ ജേക്കബിനെതിരെ UDF പരാതി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗത്വം രാജിവെക്കാതെ കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിയായതിന് എതിരെയാണ് പരാതി. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വിജയിച്ച സിന്ധുമോൾ 2 ലക്ഷണത്തിൽ പത്രിക നൽകിയതിനെതിരെയും UDF ആക്ഷേപം ഉന്നയിച്ചു. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കാണ് UDF പരാതി നൽകിയത്. UDFന്റെ പരാതി തള്ളി LDF സ്ഥാനാർത്ഥിയുടെ പത്രിക വരണാധികാരി സ്വീകരിച്ചിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ നടപ്പാതയുടെ സ്ലാബ് ഇളകി സ്ഥാനാർത്ഥി കുഴിയിൽ വീണു. ആറ്റിങ്ങൽ മണ്ഡലത്തിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി OS അംബികയാണ് സ്ലാബ് തകർന്ന് കുഴിയിൽ വീണത്. പ്രവർത്തകർക്കൊപ്പം വോട്ട് അഭ്യർത്ഥിച്ച് നടന്നു നീങ്ങുന്നതിനിടെയാണ് സംഭവം. നിസ്സാര പരിക്കുകളോടെ അംബിക പിന്നീട് പ്രചാരണം തുടർന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ടൂൾ കിറ്റ് കേസ് പ്രചാരണായുധമാക്കി പ്രധാനമന്ത്രി. അസമിലെ തേയില തൊഴിലാളികളുടെ താൽപര്യങ്ങൾക്കെതിരായ ഗൂഢാലോചന ടൂൾ കിറ്റിലുണ്ടായിരുന്നുവെന്ന് പ്രധാനമന്ത്രി. ഇങ്ങനെയുള്ള ടൂൾ കിറ്റിനെ പിന്തുണയ്ക്കുകയാണ് കോൺഗ്രസ് ചെയ്തത്. അസമിലെ തേയില തൊഴിലാളികളുടെ താൽപര്യത്തിനെതിരായി നിലകൊണ്ട കോൺഗ്രസിന് വോട്ട് ചെയ്യണമോ എന്ന് ജനങ്ങൾ തീരുമാനിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. അസമിലെ ചബുവിൽ നടന്ന റാലിയിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. അതേസമയം അസമിൽ കോൺഗ്രസിന്റെ പ്രകടന പത്രിക രാഹുൽ ഗാന്ധി പുറത്തിറക്കി. കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കില്ല. വീട്ടമ്മമാർക്ക് 2000 രൂപ വീതം നൽകും. 200 യൂണിറ്റ് വൈദ്യുതി സൗജന്യം. തേയില തൊഴിലാളികളുടെ കൂലി 365 രൂപയാക്കി ഉയർത്തും. 5 ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും എന്നിവയാണ് ശ്രദ്ധേയമായ വാഗ്ദാനങ്ങൾ. രാജ്യത്ത് കോവിഡ് കേസുകളിൽ വൻ വർധന. 24 മണിക്കൂറിനിടെ 40,953 പോസിറ്റീവ് കേസുകളും 188 മരണവും റിപ്പോർട്ട് ചെയ്തു. 4 മാസത്തിന് ശേഷമാണ് ഇത്രയുമധികം കോവിഡ് കേസുകൾ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യുന്നത്. മഹാരാഷ്ട്രയിൽ സാഹചര്യം സങ്കീർണമായ സാഹചര്യത്തിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. മുംബൈയിലെ ഷോപ്പിംഗ് മാളുകളിൽ പ്രവേശിക്കാൻ ഈ മാസം 22 മുതൽ കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കി. അതേസമയം കേരളത്തിൽ ഇന്ന് 2078 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 58,777 സാമ്പിളുകൾ പരിശോധിച്ചു. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 3.54%. 1860 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗബാധയുണ്ടായത്. 111 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 15 മരണങ്ങൾ കൂടി സ്ഥിരീകരിച്ചതോടെ സംസ്ഥാനത്തെ ആകെ മരണം 4482 2211 പേർ ഇന്ന് രോഗമുക്തി നേടി. തൃശൂർ നഗരത്തിൽ തീപിടുത്തം. മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിന് സമീപമുള്ള ആയുർവേദ മരുന്നുകൾ വിൽക്കുന്ന കടയിൽ തീപിടുത്തമുണ്ടായി. അഗ്നിശമന സേനയുടെ 2 യൂണിറ്റുകൾ എത്തി ഉടൻ തീ അണച്ചതിനാൽ മറ്റ് കടകളിലേക്ക് പടർന്നില്ല.
തൃശൂർ ഫയർ സ്റ്റേഷനിൽ ഉദ്യോഗസ്ഥരും പോലീസും പൊതുജനങ്ങളും സംയുക്തമായായിരുന്നു തീയണയ്ക്കാനുള്ള ശ്രമം നടത്തിയത്. അപകടം ഒഴിവാക്കാൻ സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങളിലെ ആളുകളെ ഉടൻ ഒഴിപ്പിക്കുകയും ചെയ്തു. നിമിഷനേരം കൊണ്ട് മന്ത്രി വി എസ് സുനിൽകുമാർ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തിയിരുന്നു. കേരള കർണാടക അതിർത്തിയിലെ യാത്രാ നിയന്ത്രണത്തിൽ അയവ് വരുത്തി കർണാടക. കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കി ഇന്നു മുതൽ നിയന്ത്രണം ഏർപ്പെടുത്താനായിരുന്നു കർണാടകയുടെ തീരുമാനം. എന്നാൽ തലപ്പാടി അതിർത്തിയിൽ വാഹനങ്ങൾ പരിശോധന കൂടാതെ കടത്തിവിട്ടു. ഫെബ്രുവരിയിൽ ഏർപ്പെടുത്തിയ യാത്രാ വിലക്കിനെ ചോദ്യം ചെയ്ത് കർണാടക ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ കോടതി ഈ മാസം 23 വിധി പറയും. അതുവരെ നിയന്ത്രണം ഉണ്ടാകില്ലെന്നാണ് സൂചന. നിയന്ത്രണമുണ്ടായാൽ പ്രതിഷേധത്തിന് തയ്യാറായി നാട്ടുകാർ രാവിലെ തന്നെ തലപ്പാടിയിൽ എത്തിയിരുന്നു. കരിപ്പൂരിൽ വീണ്ടും സ്വർണം പിടികൂടി. അനധികൃതമായി കടത്താൻ ശ്രമിച്ച 30 ലക്ഷത്തോളം രൂപ വില വരുന്ന 648.5 ഗ്രാം സ്വർണ്ണ മിശ്രിതമാണ് പിടികൂടിയത്. ദുബായിൽ നിന്നെത്തിയ മലപ്പുറം കൊടൂർ സ്വദേശി നെച്ചിക്കണ്ണൻ സുഹൈബാണ് സ്വർണം കടത്താൻ ശ്രമിച്ചത്. ക്യാപ്സൂൾ രൂപത്തിലുള്ള 3 പാക്കറ്റുകളിലായി ശരീരത്തിനുള്ളിൽ ഒളിപ്പിച്ച നിലയിലാണ് സ്വർണ്ണ മിശ്രിതം കണ്ടെടുത്തത്. ഇന്നത്തെ പ്രധാന വാർത്തകൾ പൂർത്തിയാകുന്നു. നമസ്കാരം. Number 1 election channel 24.